ഹായ് ഫ്രണ്ട്സ്, റുബീസ് യൂണിക് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മട്ടൻ ബിരിയാണി. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 1.5 കിലോ മട്ടൻ നല്ല കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കുരുമുളക്, തക്കോലം, ജാതിക്ക, ജാതിപത്രി, ഇത് ഏലക്ക ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരിക. ഈ ചതച്ചെടുത്തുകൊണ്ട് വരുന്ന നമ്മുടെ പേസ്റ്റ് ഒരു നല്ല വട്ടത്തിലുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അര ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര് ഇട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് അത് നല്ലതുപോലെ ഒന്ന് കൈയും കൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മളിവിടെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടനെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മട്ടനും ഇതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിലോട്ട് ഒരു 3 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച്, കുക്കിംഗ് ഓയിൽ ഏതും ആവട്ടെ, നല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്നും കൂടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂർ, കുറഞ്ഞത് ഒരു 3/4 മണിക്കൂറെങ്കിലും ഇരിക്കണം. അതും ഓവർനൈറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു 4 സവോള കനം കുറച്ച് അരിഞ്ഞ് നല്ലതുപോലെ ഇത് മാറ്റി വെച്ച് നമുക്കതിനെ വറുത്ത് മാറ്റി കോരി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ളത് നോക്കാം. ചോറിന് വേണ്ടി ഒരു വലിയ ചെരുവ് ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും, ഒരു സവോളയുടെ പകുതിയേ ഉള്ളൂ, ഒരു സവോളയുടെ പകുതിയും കൂടാതെ ഒരു മീഡിയം സൈസ് തക്കാളിക്കാപ്പഴവും കൂടെ ഇട്ട് ആവശ്യത്തിന് സ്പൈസസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇത് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ കഴുകി വൃത്തിയാക്കി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ബാസുമതി അരിയോ അല്ലെങ്കിൽ ജീരകശാല അരിയോ ഏതാണേലും നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ള അതിട്ട് നല്ലതുപോലെ അരി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ മട്ടൻ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം മട്ടൻ ഒരു പാത്രത്തിലോട്ട് അതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. മട്ടൻ്റെ ഇത് കിട്ടിയാക്കുന്ന അതിൽ നിന്നുള്ള സ്റ്റോക്ക് കിട്ടിയാക്കുന്ന അതെടുത്ത് മാറ്റി വയ്ക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്, കളയല്ല. നമ്മുടെ അരി ഇവിടെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അരി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മട്ടൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ആ മട്ടൻ്റെ ആ വെള്ളം ജ്യൂസ് കിട്ടിയത് അത് ഇതിലോട്ട് ഒരു 4 കപ്പ് ഉണ്ടായിരുന്നു. അത് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ 8 കപ്പാണ് എടുത്തത്. അതുകൂടാതെ അപ്പം നമുക്ക് 1.5 കപ്പ്, ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് 11.5 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിവിടെ അരി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പകുതി സവോള ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കുക. ഉപ്പുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒരു ചെറുനാരങ്ങായും കൂടെ ഇതിലോട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കുക. ഉപ്പും ചെറുനാരങ്ങായും കൂടെ പിഴിഞ്ഞിട്ട് കൊടുത്ത് അത് നല്ലതുപോലെ തിള വന്നു കഴിഞ്ഞിട്ട് മൂടി വെച്ച് സിമ്മൽ വെച്ച് നല്ലപോലെ ഒരു 3/4 വേവാകുന്നവരെ വേവിച്ചെടുക്കുക. കളർ തന്നെ നല്ല യമ്മി ആയിട്ടുള്ള ടെംപ്റ്റിംഗ് ആയിട്ടുള്ള കളറാണ്. വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മൾ ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് സൺഡേയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ചോറ് റെഡിയായി കിട്ടി. അപ്പം നമ്മൾ ചോറ് റെഡിയായി കിട്ടി കഴിയുമ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ നമ്മൾ മാറ്റി ഓൾറെഡി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ നമ്മുടെ ചോറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സബോളയും കൂടെ ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ചോറും ഇറച്ചിയും മിക്സ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കരിവേപ്പിലയുണ്ട്, കരിപ്പത്ത്, നമ്മുടെ മല്ലിയിലയോ കരിവേപ്പിലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും കൂടി ഇട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് പിന്നെയും ഒരു സ്റ്റീം ചെയ്യാൻ വേണ്ടി അതിനൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒത്തിരി കുഴഞ്ഞൊന്നും പോകല്ല ചോറ് 3/4 വേവേ ആവാവുള്ളൂ. എന്നാൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് ഇനിയും അതിനെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ളതാണ്. ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി. അപ്പം അത് ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ദം ഇടാൻ വേണ്ടി
ഇത് ഒരു തുണി, നല്ലൊരു വൃത്തിയുള്ളൊരു തുണി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ദം ചെയ്ത് ഒരു താഴെ ഒരു ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മുകളിൽ വെച്ചൊരു 5-10 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം. സൺഡേയോ അല്ലെ പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണ്. അപ്പം ശരി, വീഡിയോ കാണുക മാത്രമല്ല ലൈക്ക് സപ്പോർട്ട് എല്ലാം ചെയ്യണം. ഇപ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതും ഏബിളാക്കി തരണം.